ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബൈക്ക് റേസ് ആണ്. ഇത് നല്ല വാശിയേറിയ പോരാട്ടമായിരുന്നു ഇക്കൊല്ലം. കഴിഞ്ഞ കൊല്ലത്തേക്കാട്ടും വലിയ ട്രാക്കൊക്കെ ആയിരുന്നു. കാർ ഓടിയ ട്രാക്കിൽ തന്നെയാണ്, പക്ഷേ കാറിൻ്റെ കാട്ടും കുറച്ചും കൂടി വലിയ ട്രാക്ക് ആക്കിയിട്ടുണ്ട്. ഒരു ലാപ്പിൽ 10 പേര് വരെ പോവും. 10 പേര് 11 പേരൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫൈനലൊന്നും അല്ല കാണുന്നത്, ഫൈനൽ ലാസ്റ്റിലാണ് അതൊക്കെ എല്ലാവരും കാണുക. കപ്പ് കിട്ടിയിട്ട് ഫസ്റ്റ് അടിച്ച ആളുടെ പേര് കതിർ എന്നാണ്. ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു 1 മണിയാകുമ്പോൾ പോയി. പിന്നെ 1 മണിക്ക് പോയിട്ട് പിന്നെ 7 മണിയാകുമ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. ഇത് കണ്ടു നിൽക്കാൻ ഒരു നല്ല സുഖമാണ്. ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകണതൊക്കെ കാണാൻ, ഓവർടേക്കിങ്ങും വാശിയേറിയ പോരാട്ടമൊക്കെ അല്ലേ, ഇങ്ങനെ നിന്ന് കാണാൻ നല്ല രസമാണ്. കുറേ പേർക്ക് കുറേ നല്ലോണം ഇഞ്ചുറിയൊക്കെ പറ്റി. കതിർ എന്ന് പറയുന്ന ആളുടെ വണ്ടി ഒരു വട്ടം പോണ വഴിക്ക് സ്ലിപ്പായി വീണിട്ട് ആളുടെ വണ്ടി മൊത്തം പോയിട്ട് ലോക്കൊക്കെ ആയി. എന്നിട്ട് ശരിയാക്കിയിട്ടാണ് ആൾ ഫസ്റ്റ് അടിച്ചത്. കുറേ ആൾക്കാരുടെ വണ്ടി നാശമായി, കുറേ ആൾക്കാരുടെ കാലും കൈയൊക്കെ ഒടിഞ്ഞു, അങ്ങനെ കുറേ ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഒരേട്ടൻ്റെ കാലിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരു ഏട്ടൻ തന്നെ ഒരു ഏട്ടൻ വീണപ്പോൾ ആ ഏട്ടനെ ഇടിച്ചിട്ട് 2 പേര് വീണു. മൂന്നാമത് വീണ ആളുടെ കാലിൻ്റെ മുകളിൽ കൂടെ ഒരാൾ വണ്ടി കയറ്റിയിട്ട് ആൾക്ക് നല്ലോണം ഇഞ്ചുറി പറ്റി. എന്നിട്ട് പക്ഷേ ആൾ ഈ ബൗണ്ടറിയുടെ ഇപ്പുറത്ത് വന്ന് കടന്നിട്ട് ആൾക്കാർ അങ്ങോട്ട് പോയപ്പോൾ ആൾ ഫസ്റ്റ് ചോദിച്ചത് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാണ്. അത്രയും വണ്ടീനെ സൂക്ഷിക്കണവരാണ് കേട്ടോ ഇവരൊക്കെ. ഓരോ ലാപ്സിനനുസരിച്ചിട്ടാണ് ഇത് വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള ഈ ട്രാക്ക് കൂടെ. ഇത്ര ലാപ്സിൽ ആരാണോ ഫസ്റ്റ് എത്തുന്നത് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ എല്ലാ റൗണ്ടിൽ നിന്നും ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഫൈനൽ റൗണ്ടിൽ ഇവരെ എല്ലാവരും കൂട്ടിയിട്ട് ഒരു 2-3 വട്ടം ട്രാക്ക് പോലെ ഇറക്കും. അങ്ങനെ ഫസ്റ്റ് കിട്ടുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. അതിൽ സെക്കൻഡ് തേർഡ് അവരൊക്കെ എടുക്കും. പിന്നെ ഞാനിടുന്ന ഈ കണ്ടൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഈ കാണുന്ന വളവിലാണ് കുറേ പേര് വീഴണത് കേട്ടോ. അവിടെ ഇങ്ങനെ സ്ലിപ്പാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുണ്ടു അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ സ്ലിപ്പാവണ സ്ഥലമാണ്. അവിടെ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും വീഴും. അവിടെയാണ് കൂടുതൽ പേര് വീണത്. പിന്നെ ഇവിടെ തന്നെ നല്ല രീതിക്ക് സേഫ്റ്റി നോക്കുന്നുണ്ട്. ഒരു ആളെ ഡിസ്ക്വാളിഫൈ ഒക്കെ ആക്കി, ഹെൽമെറ്റ് ഇല്ല എന്നെന്തോ പറഞ്ഞിട്ട്. പിന്നെ അടുത്ത് തന്നെ 4-5 ആംബുലൻസ് കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എവിടെ ഓരോരുത്തർ വീണാലും അവിടെ അവരുടെ ആൾക്കാർ എത്തും. എന്നിട്ട് അവർ അപ്പം തന്നെ ട്രാക്കിൽ നിന്ന് മാറ്റുകയും പിന്നെ വണ്ടിയൊക്കെ സൈഡിലേക്ക് വയ്ക്കുകയൊക്കെ ചെയ്യും. ഇത് വർക്ക്ഷോപ്പ് 48ഉം മോട്ടോക്രോസ് എന്നുള്ള ഇവർ 2 പേരും കൂടിയിട്ടാണ് ഈ റേസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലോണം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല പൊടിയായതുകൊണ്ട് വീഡിയോ അധികം ക്ലിയർ ഒന്നും ആയിട്ടില്ല. എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് മറ്റേ കതിർ എന്ന് പറയുന്ന ഏട്ടൻ. ആളാണ് ഫസ്റ്റ് അടിച്ചത്. യമഹയുടെയും കവാസാക്കിയുടെയും ഒക്കെ വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ കടകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം ക്ഷീണിച്ചാലും വൈകിട്ട് വെള്ളം വാങ്ങാനൊക്കെ അടുത്ത് തന്നെ ഇവർ കടകളും സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വീണു, കുറേ ആൾക്കാരുടെ വണ്ടി നാശമായി, അങ്ങനെയൊക്കെ പല അപകടങ്ങളും ഉണ്ടായി. ഫൈനലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല പൊടി, കാണാനും കൂടി പറ്റാണ്ട് അത്രയും സ്പീഡിൽ പോയിട്ട് നല്ല പൊടിയായിരുന്നു. ഫൈനലിൽ 2-1 ലാപ്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വർക്ക്ഷോപ്പ് 48ൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാ സ്ഥലത്തും അവരുണ്ട്. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അവിടെ അപ്പം അവരെത്തും കേട്ടോ. കാഴ്ചക്കാർക്കും ആയിക്കോട്ടെ, എന്ത് അപകടം ഉണ്ടായാലും അവർ ഓടിയെത്തും. പിന്നെ നാഷണൽ ഈ ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് വണ്ടികൾ ഇറക്കിയിട്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്.
ഫൈനലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫൈനലിലൊക്കെ വീണിട്ട് ഇല്ലാണ്ടാവുക, ഡിസ്ക്വാളിഫൈ ആവുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വിഷമമാവും. പക്ഷെ ഫൈനലിൽ അങ്ങനെ വീഴലൊന്നും ഉണ്ടായില്ല, എല്ലാവരും നല്ല രീതിക്ക് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ.